എന്താ ബാലമാമേ? ഈ കാശുണ്ട്, സൂക്ഷിച്ചു നോക്കെ. വാങ്ങിച്ചോളെ. വാങ്ങുമോളെ. അതെ, എന്താ ഈ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നേ? അല്ല, എന്ത് ചെയ്താലും ആരും ചോദിക്കില്ലെന്നാണോ? ആർക്കെന്ത് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊന്നും ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. ഞാൻ ഇവിടെ ജീവനോടുള്ളിടത്തോളം കാലം ഇതൊന്നും ഇവിടെ നടക്കില്ല. ഈ കാശ് ഇവളെ ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു ഹേമേ. ഇനി ചാരുമോള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നു. വരവ് ചെലവ് കണക്കെല്ലാം ചാരുമോള് നോക്കും. ഇവളാ ഇവിടുത്തെ മൂത്ത മരുമോള്. ഇവളെങ്ങനെ മൂത്ത മരുമോളാകുന്നത്? അരവിന്ദ് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയാ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അരവിന്ദിനെ കുറിച്ച് നീ ഒരു വാക്കുമിട്ടരുത്. എനിക്കൊരു മകനേ ഉള്ളൂ, അത് ആകാശ. എന്റെ മനസ്സിൽ മൂത്ത മകൻ മരിച്ചുപോയി. കണ്ണടച്ചു പിടിച്ച ലോകം ഇരുട്ടിലാവില്ല മാഷേ. അരവിന്ദ് നിങ്ങളുടെ ശല്യം സഹിക്കാനാവാതെ സമാധാനത്തിന് വേണ്ടിട്ട് ഇറങ്ങിപ്പോയതാ. എന്റെ മോൻ തിരിച്ചു വരും. അവൻ ഓടിപ്പോയതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് കാശും സ്വത്തും കൈക്കലാക്കി പോയവൻ എനിക്ക് മരിച്ചവൻ തന്നെ. ചാരുമോളെ കെട്ടാണ്ട് ഒരുത്തും നടന്നിരുന്നല്ലോ, ബാബുക്കുട്ടൻ. അവനെയൊക്കെ വലിയ ഫ്രോഡാ നിന്റെ മകൻ അരവിന്ദൻ. അവനെ കണ്ടെത്തി കൊണ്ടുവന്ന് ആ സ്വത്തെല്ലാം തിരിച്ചു മേടിച്ച് അവനെ തെരുവിലിറക്കി വിടും ഞാൻ. ഇനി ഇവിടുത്തെ സ്വത്തിനുള്ള അവകാശി എന്റെ ചാരുമോള. എന്നാ ചാരുമോളെ. വേണ്ട ബാലമാമേ, ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി. ഇത് ഞാൻ വാങ്ങില്ല. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് എല്ലാം നേടിയെടുക്കുന്ന നിന്റെ ഈ അടവുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കും. ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങ്. എന്തിനടി കടിച്ചു തൂങ്ങി നിക്കുന്നേ? നീ വേണ്ടാന്ന് പറയുമ്പോ ഇദ്ദേഹം നിന്നെ അങ്ങ് നിർബന്ധിക്കും. വാങ്ങുമോളെ വാങ്ങുമോളെ എന്ന് പറഞ്ഞ്. അത് കേൾക്കാനാണല്ലോ നീ ഇങ്ങനെ നിക്കുന്നത് അല്ലേ? എടി, നിന്നെ എനിക്കറിയില്ല. ചാരുമോളെ, ഇവര് പറയുന്നത് നീ കേക്കണ്ട. ഇത് വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. വാങ്ങടി, വാങ്ങ്. കൊണ്ടുപോയി നിന്റെ പെട്ടിയിൽ ഭദ്രമായിട്ട് വെക്ക്. എന്നിട്ട് ശാന്തപ്പന് കള്ളു കുടിക്കാനും നിന്റെ അനിയത്തിയെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് എടുത്തു കൊടുക്ക്. ബാലമാമേ, കാശിന്റെ തരണ്ട. അയ്യോ മോളെ, ഇവക്കെല്ലാം കൂടെ കൊണ്ടുപോയി ആ ഫ്രോഡ് ഉണ്ടല്ലോ അരവിന്ദൻ, അവനുകൊണ്ട് കൊടുക്കണം. തള്ളയ്ക്ക് മോനും ഒരേ സ്വഭാവം മനസ്സുവാ. ഇവളുടെ കാര്യം വിട്ടേക്ക് മോളെ. ഇനി മോള് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. ദാ വാങ്ങു മോളെ. ബാലം മാമനാ പറയുന്നത്. മോള് പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി, ചെല്ലേ.